സ്ഥാനം വഹിക്കുന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ എം.ആർ. ഗൗതം അവരുകൾ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ശ്രീ വി രാജേഷ് അവരുകൾ, വേദിയിലിരിക്കുന്ന മരാമത്ത് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എൻ്റെ പ്രിയ സഹോദരി ശ്രീ മഞ്ജു GS, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സത്യവതി, നഗരസഭയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി അവരുകൾ, നമ്മുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുജിത് അവരുകൾ, ഇവിടെ പങ്കെടുക്കുന്ന ജീവനക്കാരെ, മറ്റ് കൗൺസിലർമാരെ, എല്ലാവർക്കും നമ്മുടെ മേയർ കെയർ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് ഒരു ചരിത്ര സംഭവം തിരുവനന്തപുരം നഗരസഭയിൽ തിരുത്തി കുറിക്കുകയാണ്. മറ്റൊന്നുമല്ല, പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം, അതോടൊപ്പം തന്നെ ഓരോ പൗരന്മാരുടെയും ക്ഷേമം ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിക്കാണ് പുതിയ ഭരണസമിതി നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മാവേലി തമ്പുരാനെ സ്വീകരിക്കുവാൻ വേണ്ടി ഓരോ ഭവനങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുമയുടെ പ്രതീകമായ ഓണം, സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പ്രതീകമായ ഓണം നമ്മൾ എല്ലാ വർഷവും ആഘോഷപൂർവമായി ആഘോഷിക്കുന്നത്, മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണം ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ ലോകത്ത് എവിടെയൊക്കെ മലയാളികൾ ഉണ്ട് എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. നമുക്കറിയാം, കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ജൂൺ മാസം 1-ാം തീയതി സ്കൂളുകളിലേക്ക് കുട്ടികൾ പ്രവേശനം നടക്കുന്ന സമയത്ത്, പ്രവേശന ഉത്സവം നടക്കുന്ന സമയത്ത് നമ്മുടെ മേയർ, തിരുവനന്തപുരത്തിന്റെ മേയർ ആരാധ്യനായ വി രാജേഷിന്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. സർക്കാർ സ്കൂളുകളിലേക്ക് പടിവാതിക്കൽ കയറിപ്പോകുന്ന പാവപ്പെട്ടവരായ ഒരു വിദ്യാർത്ഥിക്കും ഒരു വിദ്യാർത്ഥിനിക്കും യാതൊരു കാരണവശാലും ഒരു അല്ലലും ഉണ്ടാകരുത്. പാഠപുസ്തകങ്ങൾക്കും അതുപോലെ തന്നെ പഠന ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലേക്ക് പോകേണ്ട സാഹചര്യം ഒരു കുട്ടിക്ക് പോലും ഇല്ലാതാകാതിരിക്കുവാൻ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു അത്. പ്രിയമുള്ളവരെ, തിരുവനന്തപുരം നഗരസഭയിലെ 164 സർക്കാർ സ്കൂളുകളിലേക്ക് ഒരു കക്ഷിയും നോക്കാതെ, ഒരു ജാതിയും നോക്കാതെ, ഒരു മതവും നോക്കാതെ ആരാധ്യനായ മേയർ എല്ലാ കുട്ടികൾക്കും, ഏകദേശം 5000-ഓളം വരുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് അവരുടെ കൈകളിലേക്ക് പഠന ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആരാധ്യനായ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ വി രാജേഷാണ്. അഭിമാനപൂർവ്വം നമുക്ക് പറയുവാൻ സാധിക്കും. കേരളത്തിൽ മാത്രമല്ല, എല്ലാ മഹാരാജ്യത്ത് ഒരു മേയറും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി എന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, നിങ്ങളെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ തന്നെ, തിരുവനന്തപുരത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അനന്തപത്മനാഭന്റെ തിരുമുറ്റത്തുള്ള ഓരോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് വേണ്ട പഠനോപകരണങ്ങൾ മുഴുവൻ വാങ്ങിക്കൊടുക്കുവാൻ
നമുക്ക് സാധിച്ചിട്ടുണ്ട്, ടി.വി. രാജേഷിന് സാധിച്ചിട്ടുണ്ട്, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അത് കുട്ടികളുടെ മനസ്സിൽ ഇന്നിപ്പോൾ ടി.വി. രാജേഷുമായി പലപ്പോഴും എനിക്ക് യാത്ര ചെയ്യുവാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവസരം കിട്ടുന്ന സമയത്ത് സാധാരണയായി സിനിമാ സ്റ്റാറുകളുടെ മുന്നിൽ ആണ് കുട്ടികൾക്ക് ഏറ്റവും അറിയപ്പെടുന്നത്. സ്കൂളിന്റെ വഴിയിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുന്ന കുട്ടികള്, പിഞ്ചു കുട്ടികൾ, ആട്ടയിൽ സഞ്ചരിക്കുന്ന കുട്ടികൾ, നടന്നു പോകുന്ന കുട്ടികൾ, പ്രായഭേദമന്യേ എല്ലാ കുട്ടികളും ആരെ ഐഡന്റിഫൈ ചെയ്യുന്നു? നമ്മുടെ മേയറിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അത് കുട്ടികളുടെ മനസ്സിൽ പോലും ചെറിയൊരു പരിപാടി മാത്രമാണ് നമ്മൾ അന്ന് നടത്തിയത്. ഇപ്പോൾ ആ കുട്ടികളൊക്കെ കൈ കാണിക്കുന്ന സമയത്ത് മേയർ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, അടുത്ത വർഷം നമുക്ക് 164 സ്കൂളുകൾക്കുമല്ല, തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഉള്ള മുഴുവൻ കുട്ടികൾക്കും നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അതിലേക്കുള്ള ലക്ഷ്യമാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം വളർന്നു വരുന്ന ഓരോ കുട്ടികളുടെയും മനസ്സിൽ നാളത്തെ ഭാവിയുടെ തലമുറയാണ് അവർക്ക് പഠനം ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യത്തിലെത്തിയുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമാക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് ഒരു അല്ലലും ഉണ്ടാകാൻ പാടില്ല. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ എല്ലാ സ്കൂളുകളിലേക്കും അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ സ്കൂളുകൾക്കും, സർക്കാർ സ്കൂളുകളിലേക്കും 5 ലക്ഷം രൂപ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പേ അലോട്ട് ചെയ്യപ്പെട്ടു. നോക്കണേ, എല്ലാ സ്കൂളുകളും തുറക്കുന്ന സമയത്ത് മരക്കൊമ്പുകളെല്ലാം നിങ്ങൾക്കറിയാം, സ്കൂൾ തുറക്കുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം മരക്കൊമ്പുകൾ വീഴുന്നുണ്ട്, അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്, സ്കൂളിലേക്ക് പാമ്പുകൾ കയറുന്നുണ്ട്. ഇതൊക്കെ നിത്യ വാർത്തകളായിരുന്നു. ഈ കഴിഞ്ഞ 8 മാസക്കാലം എവിടെയെങ്കിലും ഏതെങ്കിലും സ്കൂളില് മരക്കൊമ്പുകൾ വീഴുന്ന കുട്ടികൾക്ക് പരിക്ക് പറ്റിയെന്ന് എവിടെയെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല. ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അടിസ്ഥാനപരമായി സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ആരാധ്യനായ മേയറുടെ നേതൃത്വത്തിൽ എല്ലാം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഒരു നേട്ടമല്ലേ ഇത്? ഒരു നേട്ടമല്ലേ? സ്കൂളിന്റെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ നമ്മള് ഓണം ആഘോഷിക്കുകയാണ്. ചെയർമാൻമാരുടെ യോഗം വിളിച്ചു മേയർ. ഓണത്തിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? പാവപ്പെട്ട സാനിറ്റോറിയം വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങള്, ഓരോ വീടിന്റെയും വാതിക്കൽ ചെന്നിരുന്ന് ജൈവമാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്ന തൊഴിലാളികള്, ആ തൊഴിലാളികൾ മുതൽ നമ്മുടെ സെക്രട്ടറിക്ക് വരെ, ഉന്നത ഉദ്യോഗസ്ഥനാണല്ലോ സെക്രട്ടറിക്ക് വരെ ഓണക്കിറ്റും അതുപോലെ തന്നെ ഓണക്കോടിയും കൊടുക്കുവാൻ തീരുമാനിച്ചു. ഏകദേശം 4000-ഓളം പേരുണ്ടാകുന്നതാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുന്നു, ഒരു കൈത്താങ്ങായി നിൽക്കുവാൻ നമ്മുടെ മുന്നിൽ മേയറുണ്ട് എങ്കിൽ നമുക്ക് ആരെ പേടിക്കണം? പ്രിയമുള്ളവരെ, നമുക്ക് ആരെയാണ് പേടിക്കേണ്ടത്? ഈ സമൂഹത്തിൽ എല്ലാവരെയും ഒരുമയോടെ കാണുന്ന മഹാബലി തമ്പുരാൻ പണ്ട് ഈ മഹാരാജ്യം വാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആർക്കും ഒരു അല്ലലില്ലാതെ, കള്ളവുമില്ല, ചതിയുമില്ലാതെ, വഞ്ചനയില്ലാതെ എല്ലാവരെയും ഒരുമയോടുകൂടി, എല്ലാവരും സഹവർത്തിത്വത്തോടുകൂടി, എല്ലാവരും സ്നേഹത്തോടെയും സാഹോദര്യത്തോടും കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ ഒരു തിരിച്ചുവരവാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയുവാൻ സാധിക്കും. പണ്ട് മഹാബലി നാട് വാണിരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും ഒരുപോലെയാണ് കണ്ടത്, എല്ലാവരെയും സ്നേഹിച്ചു. വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ ഒരുമയോടുകൂടി ഭരണം നടത്തിയ
ഒരു ഭരണകർത്താവായിരുന്നു മഹാബലി എങ്കിൽ ആ മഹാബലി തമ്പുരാൻ ഈ നാട് വാണിരുന്നപ്പോൾ എന്തിനാണ് മഹാവിഷ്ണു സാക്ഷാൽ ഭഗവാൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തത്? ഇതല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? ഇത്രയും നല്ല രീതിയിൽ ഭരണം നടത്തിയ ഒരു ഭരണകർത്താവിനെ എന്തിനാണ് ഒരു ദൈവം, നമ്മളെല്ലാം പറയുന്ന മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാര പുരുഷനായ വാമനൻ എന്തിനാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തത്? ഇവിടുത്തെ വില്ലൻ ആരാണ്? മഹാബലിയാണോ അതോ ഈശ്വരനാണോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാം മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ട്, നമുക്കെല്ലാം തെറ്റിദ്ധാരണയുണ്ട്. ഭഗവാൻ 10 അവതാരം എടുക്കുന്ന സമയത്ത് 10നും ഒരു ഉദ്ദേശസിദ്ധി ഉണ്ടായിരുന്നു. ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവതാരമെടുക്കുന്നത്. എപ്പോഴൊക്കെയാണോ ഈ ലോകത്ത് അധർമ്മം വിളയാടുന്ന സമയത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് അവതാര പുരുഷനായ മഹാവിഷ്ണു അവതാരങ്ങൾ എടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ 6ാമത്തെ അവതാരം മാത്രമാണ് നമുക്കൊരു ചെറിയ സംശയം. മറ്റവതാരങ്ങളെ കുറിച്ച് നമുക്ക് സംശയമില്ല. സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ധർമ്മം നിലനിർത്തിക്കൊണ്ടൊരു ഭരണം നടത്തിയ ഭരണാധികാരിയെ എന്തിനു വേണ്ടിയാണ് മഹാവിഷ്ണു ഇത്തരത്തിലൊരു അവതാരം എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താക്കുവാൻ പോയത് എന്ന് എപ്പോഴും നമ്മുടെ ഈ ഇരിക്കുന്ന മുഴുവൻ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം, മറ്റൊന്നുമല്ല. നമ്മളെല്ലാം ഭാഗവതം വായിച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും പാതാളത്തിലേക്ക് മഹാവിഷ്ണു ചവിട്ടിത്താക്കുന്നതായി പറഞ്ഞിട്ടില്ല. സുതലത്തിലേക്ക് സർവ്വതും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ സുതലത്തിൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സ്വർഗത്തെക്കാൾ മഹത്തരമായ ഒരു പ്രദേശം, ആ പ്രദേശത്ത് രാജാവാക്കിക്കൊണ്ട് ആ രാജാവായിരുന്ന അദ്ദേഹത്തിനെ കാവൽക്കാരനായി മഹാവിഷ്ണു നിന്നാണ് മഹാഭാഗവതത്തിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നേരെ മറിച്ചാണ്. പ്രിയമുള്ളവരെ, ഇത്രയും ധർമ്മഷ്ഠനായ ഒരു മഹാരാജാവിന്, മഹാബലി തമ്പുരാന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി. അത് വേറെ ഒന്നുമല്ല. അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാനാണ് വലിയവൻ, എന്നിൽ കഴിഞ്ഞു മറ്റൊന്നുമില്ല, എനിക്ക് മാത്രമേ ഈശ്വരനെ പൂജിക്കുവാൻ അവകാശമുള്ളൂ, ദേവന്മാർക്ക് പോലും അവകാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അസുര രാജാവായ ഞാനാണ് ഏറ്റവും വലിയ ദൈവഭക്തൻ, അല്ലാതെ മറ്റാർക്കും ഒരു അവകാശമില്ല. അത് വേണമെങ്കിൽ മഹാവിഷ്ണു ചെന്ന് പരിശോധിക്കണം. അദ്ദേഹം വാമനൻ അവതാരത്തിൽ ചെന്ന് അദ്ദേഹം നമ്മൾ യാഗം നടക്കുന്ന സമയത്ത് പോയി 3 അടി മണ്ണ് ചോദിക്കുന്ന സമയത്ത് എന്തിന് 3 അടി? നിന്നെപ്പോലുള്ള ഒരു ചെറിയ കുട്ടിക്ക് 3 അടി മണ്ണോ? ഞാൻ എന്റെ കൊട്ടാരം തരാം. അഹങ്കാരം മനസ്സിനകത്തുണ്ട്. ഞാൻ എന്റെ രാജ്യത്തിന്റെ പകുതി നിനക്ക് തരാം. ഞാൻ യാഗം നടത്തുകയാണ്, അതുകൊണ്ട് യാഗം നടക്കുന്ന സമയത്ത് സർവ്വതും കൊടുക്കണമെന്നുള്ളതാണ് അഹങ്കാര സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ദേവന്മാർ പറഞ്ഞത് ശരിയാണ് എന്ന് മഹാവിഷ്ണു മനസ്സിലാക്കി. പക്ഷേ അത് ധർമ്മിഷ്ഠനാണ്, നല്ലൊരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് ഒരു കാരണവശാലും നശിപ്പിക്കുവാൻ പാടില്ല. അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണം. ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് എഴുത്തച്ഛന്റെ വരികളെല്ലാം. ഞാനെന്ന ഭാവം അത് തോന്നായി വരയണമില്ല, ആനന്ദ ചിന്മയരേ ഗോപിതാവരമണ. ഞാനെന്ന ഭാവം അത് തോന്നായി വരിക, തോന്നുന്നതാകിൽ അഖിലം ഞാൻ ഇതെന്ന വഴി തോന്നേണമേ വരത് നാരായണ. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലും അഹങ്കാരം ഉണ്ടായി തുടങ്ങിയാൽ അത് നാശത്തിന്റെ വക്കിലാണ്. അവന്റെ ഉയർച്ച, അവന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത് അവന്റെ പ്രവൃത്തിയിലാണ്. നമ്മളെപ്പോഴും നമ്മുടെ ചെയർമാനും നമ്മുടെ വി രാജേഷും ഒക്കെ മേയറും ഒക്കെ എപ്പോഴും നമ്മളെല്ലാവരെയും കാണുമ്പോൾ തൊഴും, എല്ലാ തൊഴിലാളികളെ കാണുമ്പോൾ തൊഴും, എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും തൊഴും. ഞങ്ങൾക്ക് അഹങ്കാരമില്ല, അഹംഭാവമില്ല, ഞങ്ങൾ എല്ലാവരും ഒരാളാണ്, ഒരൊറ്റ അമ്മ മക്കളാണ് എന്നുള്ളൊരു മനോഭാവത്തിന്റെ കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അഹങ്കാരം മനസ്സിന്റെ ഉള്ളിലേക്ക് വന്നാൽ മഹാബലിയുടെ
എത്ര ധർമ്മിഷ്ഠനായ ഭരണം നടത്തിയാലും അത് ഭാവിയിൽ അത് സംഭവിക്കും. അതുകൊണ്ടാണ് സുതലത്തിലേക്ക് പറഞ്ഞു വിട്ട മഹാവിഷ്ണു അവിടെ കാവൽക്കാരനായി നിൽക്കുകയാണ് ചെയ്തത് എന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ അനന്തപത്മനാഭന്റെ തിരുമുറ്റത്ത് വസിക്കുന്ന എല്ലാവർക്കും ആഘോഷപൂർവമായ ആർഭാടപൂർവമായ ഓണം ഉണ്ടാകാൻ, ഒരു ഓണം ഉണ്ണുവാൻ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട വി രാജേഷ് ജി, അദ്ദേഹം ഇന്നലെയൊക്കെ ഉറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധനം എത്തിക്കുവാൻ വേണ്ടി കഠിനമായ പ്രയത്നം, ഒരാളിന് പോലും ഒന്നും ഉണ്ടാകരുത്, ഒന്നുമില്ലാതിരിക്കരുത് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും ഒരുമയോടെ ഓണം ഓർമ്മിക്കുന്ന ഒരുമയുടെ പ്രതീകം അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ ഉണ്ടാക്കിക്കൊണ്ട് ശ്രീ വി രാജേഷ് ജി ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഈ തിരുവനന്തപുരം നഗരസഭയിൽ 5 പ്രാവശ്യം കൊണ്ട് കൗൺസിലറായി ഈ നഗരസഭയുടെ പ്രതിനിധിയായി നിൽക്കുന്ന നമ്മുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ M.R. ഗോപൻ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ശ്രീ M.R. ഗോപൻജിക്ക് ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ്. ഈ യോഗത്തിന്റെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ വി രാജേഷ് ജി, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ അഭിമാനപരമായ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു മേയർ ഏതെങ്കിലും ഒരു നഗരത്തിലുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പറയും തിരുവനന്തപുരത്തെ മേയർ വി രാജേഷ് ആണെന്ന് കൊച്ചുകുട്ടികൾ പോലും പറയും. ആ വി രാജേഷ് ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെയും ഞാൻ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. നമ്മുടെ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ ഈ യോഗ നടപടിയുടെ പേരിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മരാമത്ത് ചെയർപേഴ്സൺ ശ്രീ മഞ്ജു GS ഈ വേദിയിൽ ഇരിപ്പുണ്ട്. നഗരസഭയുടെ പേരിൽ മഞ്ജു GSന്റെ സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ്. ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, ക്ഷേമകാര്യങ്ങൾക്ക് എപ്പോഴും കണ്ണിലെ കൃഷ്ണമണി പോലെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ശ്രീ സത്യവതി, സത്യം മാത്രം പറയുന്ന, തനിക്കെതിരെ എന്തെങ്കിലും ഈ വാക്ക് പറഞ്ഞാൽ എതിർപ്പുണ്ടാകുമെന്ന് പറഞ്ഞാൽ പോലും അത് എപ്പോഴും മനസ്സിൽ സത്യം മാത്രം പറയുന്ന സത്യവതിക്ക്, നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സത്യവതിക്ക് ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാറ്റൂർ രാധാകൃഷ്ണൻ, ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ പാറ്റൂർ രാധാകൃഷ്ണനും ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നികുതി അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സിന്ധു ശശി, അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അദ്ദേഹം മറ്റൊരു ഓണം ആഘോഷിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം, മണ്ണന്തല വാർഡിന്റെ കൗൺസിലറും കൂടിയായ മണ്ണന്തലയുടെ ചരിത്രം എഴുതി കുറിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട തിരുവനന്തപുരം നഗരസഭയുടെ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയനെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ തീർച്ചയായിട്ടും നമ്മോടൊപ്പം ചേർന്നുകൊണ്ട്, നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട്, ഭരണസമിതിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ തിരുവനന്തപുരം നഗരസഭയിലെ മരാമത്ത് പണികൾക്ക് നേതൃത്വം കൊടുക്കുന്ന വളരെ 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 സൗമ്യനായി പെരുമാറുന്ന ശ്രീ സതീഷ് അവർക്ക് ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നമ്മുടെ ആരോഗ്യ വകുപ്പിലെ HO ശ്രീ ഗോപകുമാർ ഹെൽത്ത് ഓഫീസറാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ ശുചീകരണ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന
ഒരു മഹാനായ നമ്മുടെ ഗോപകുമാർ, ശ്രീ ഡോക്ടറാണ് അദ്ദേഹം, ഡോക്ടർ ഗോപകുമാർ അവരുടെ ഞാൻ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സെക്രട്ടറി എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ട്. വന്ന് ഒരു ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ, ഈ നഗരസഭയുടെ സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട്, ജനകീയ ആവശ്യങ്ങൾ എന്താണെന്ന് തൊട്ടറിഞ്ഞുകൊണ്ട്, ഒരു കൈത്താങ്ങായി നിന്നുകൊണ്ട് ഭരണസമിതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മുഹമ്മദ് ഷാഫി. അദ്ദേഹം നമ്മുടെ നഗരസഭയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ അതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ പാപ്പനംകോട് സജി അവർ, അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ദീപക്, നമ്മുടെ പാർലമെന്ററി പാർട്ടി CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. UDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ ശബരീന എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ, ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ എന്റെ പ്രിയ സഹോദരൻ ശ്രീ അനുജൻ ശ്രീ വിജി ഗിരിക്കും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡുകൾ, അവർക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, നിരവധി ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇന്നിവിടെ ഇരിപ്പുണ്ട്. അവരാണ് നമ്മുടെ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ. അവരാണ് നമ്മുടെ ശക്തി. ഈ തിരുവനന്തപുരത്തിന്റെ അനന്തപുരയുടെ മുഖച്ഛായ മാറ്റുന്ന മാലിന്യം എവിടെയുണ്ടോ അവിടെ ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. അവിടെ നിന്നും എടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് കർമ്മനിരതനായി രാവും പകലും നിൽക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ മറ്റൊന്ന്, എന്റെ ഇടവും വലവും, മേയറിന്റെ ഇടവും വലവും മുമ്പും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഒക്കെ ശക്തിയായി നിൽക്കുന്ന 101 കൗൺസിലർമാർ, അവരുടെ ഒരുമയാണ് ഇതിന്റെയൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ ശക്തി, സർവശക്തി. പണ്ട് പറയും ജഗദീശ്വരൻ പറയുമ്പോൾ സർവശക്തി. ആ 101 കൗൺസിലർമാരെ പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും UDF എന്നോ LDF എന്നോ BJP എന്നോ നോക്കാതെ എല്ലാ കൗൺസിലർമാർക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്ക്, ഇവിടെ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, എല്ലാവർക്കും ചേർത്തുകൊണ്ട് ഒറ്റ വാക്കിൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വന്ദേ മാതരം. ബഹുമാനിയായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയുടെ ആരാധ്യയായിട്ടുള്ള മേയർ കയറുന്ന ഈ പരിപാടി സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യത്തെക്കുറിച്ചും ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ചും ബഹുമാന്യ ചെയർമാൻ ശ്രീ കരമന അജിത്ത് സൂചിപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഭരണമാറ്റമുണ്ടായ സമയത്ത് കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു നഗരസഭയായി തിരുവനന്തപുരം നഗരസഭ മാറുകയുണ്ട്. ആ നഗരസഭയ്ക്ക് ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടാകണം എന്ന് അതിൻ്റെ അമരക്കാരനായിട്ടുള്ള നഗരപിതാവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് BV രാജേഷ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായി. ആ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങളുടെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കണം, ജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ജനങ്ങൾക്ക് കൊടുക്കണം. അവിടെ രാഷ്ട്രീയത്തിന്റെ ഈഗോയോ ഒരു മേലാള ഭാവമോ മേയറെ ആർക്കും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള പരാതികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തോടെയാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത്.
അധികാരത്തിൽ വന്ന ഏകദേശം 8 മാസത്തോളമാകുന്ന സമയത്ത് തിരുവനന്തപുരം നിവാസികൾ പ്രതീക്ഷ അർപ്പിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ എത്തിച്ചിട്ടുള്ള ഒരു ഭരണസമിതി അവരുടെ പ്രതീക്ഷയ്ക്ക് ഉയരുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ എങ്ങനെ കുഴയ്ക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് എന്നുകൂടി ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിക്കും. ഏത് തരത്തിലുള്ള കുഴപ്പങ്ങൾക്ക് ഇത്രയും ആളുകളെ കാണുമ്പോൾ ഇത്രയും കേരളത്തിന്റെ ചരിത്രത്തിൽ തിരുവനന്തപുരം നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ള 4000-ഓളം ജീവനക്കാരോടൊപ്പം ഇരുന്ന് ഈ തിരുവോണ സദ്യ അല്ലെങ്കിൽ നമുക്ക് കഴിക്കുന്ന സദ്യ കഴിക്കണമെന്ന് ബഹുമാന്യ മേയർ ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ എല്ലാവരും ഉണ്ടാവണം എന്നാണ് ബഹുമാന്യ മേയർ വിചാരിച്ചത്. ആ പരിപാടിയും വളരെ ഗംഭീരമായിട്ട് ചരിത്ര വിജയമായി തിരുവനന്തപുരം നഗരസഭയ്ക്ക് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ ഇന്ന് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചു എന്ന് ഇന്ന് ഈ കസേരയിൽ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു നിമിഷം കൂടിയാണ്. കാരണം ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളും ദുരിതവും ചെറിയ തോതിലായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട. 4000-ഓളം ആളുകൾക്ക് മിനിമം അംഗസംഖ്യയുള്ള വീട്ടിൽ 5 ദിവസത്തോളം ബുദ്ധിമുട്ടില്ലാതെ കഴിയുവാനുള്ള ഒരു കിറ്റ്, അരി ഉൾപ്പെടെയുള്ള ഓണം ആഘോഷിക്കുവാനുള്ള കിറ്റും അതോടൊപ്പം ഒരു ഓണക്കോടിയും എത്തിക്കുക എന്നുള്ളത് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 1 രൂപ കാശ് പോലും അതിന് ചെലവഴിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സത്യമാണ്. അപ്പോൾ ഇങ്ങനെയും മേയർ വിചാരിച്ചാൽ നഗരത്തിലെ ജനങ്ങൾക്കും ജീവനക്കാർക്കും വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ഈ കാണുന്ന പരിപാടി. ആ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഈ ഇരിക്കുന്ന ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെന്നോ, നിങ്ങൾ ഏത് ആശയത്തിൽ വിശ്വസിക്കുന്നോ, ഏത് ആദർശത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നോ, ഈ ഭരണസമിതിക്ക് അനുകൂലമായി നിങ്ങൾ വോട്ട് ചെയ്തവരാണോ വോട്ട് ചെയ്തവരല്ലേ എന്ന് നോക്കിയിട്ടല്ല ബഹുമാനപ്പെട്ട മേയർ ഈ നിലപാട് സ്വീകരിച്ചത്. ഈ നിലപാട് സ്വീകരിച്ചത് ഹരിതകർമ്മസേനയുടെ നമ്മുടെ അവസാനത്തെ ജീവനക്കാരൻ മുതൽ നമ്മുടെ വകുപ്പിന്റെ മേധാവി വരെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ തുല്യരായിരിക്കണം. അവർ ഒരേ വസ്ത്രം, ഒരു സെറ്റ് സാരി ഒരു ഉദ്യോഗസ്ഥയ്ക്ക് കിട്ടിയാൽ ആ സെറ്റ് സാരി തന്നെ ആയിരിക്കണം അവസാനത്തെ നമ്മുടെ കണ്ടിജന്റ് ജീവനക്കാരനും വാങ്ങേണ്ടത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മേയറുടെ കാഴ്ചപ്പാടായി. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന മുഹൂർത്തങ്ങൾക്കാണ് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ഇന്ന് ഈ പരിപാടിയിൽ നമ്മളിവിടെ ഇരിക്കുന്ന അവസരത്തിൽ ഇന്നലെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മേയർ ഇവിടെ ഈ അദ്ദേഹത്തിന്റെ കാറിൽ അവസാന ഒരു 4 മണി കഴിഞ്ഞ അവസരത്തിൽ വെളുപ്പിനെ 4 മണിക്ക് ശേഷം 2 മണിക്കൂറാണ് അദ്ദേഹം ഉറങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇത് തയ്യാറാക്കാൻ വന്നിട്ടുള്ള നിരവധി കൗൺസിലർമാർ, ഞാൻ പേരെടുത്ത് പറയുന്നത് അഡ്വക്കേറ്റ് ഗിരികുമാർ, മധുചേട്ടൻ, അങ്ങനെ ആൾക്കാർക്ക് വിശ്രമമില്ലാത്ത കഴിഞ്ഞ 1-2 ആഴ്ചകളായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്വാഗത പ്രാസംഗികൻ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയും ദിവസങ്ങൾ നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള നഗരവികസനം ചെയ്യുവാൻ ഒറ്റക്കെട്ടായി ഈ നഗരത്തിന്റെ വികസനം ഏൽപ്പിക്കുന്ന നിങ്ങൾ ഒരു സുഗന്ധം വമിക്കുന്ന ഒരു പ്രദേശത്ത് കൂടി നിങ്ങൾ സഞ്ചരിച്ചാൽ ആ സുഗന്ധം, അതിന്റെ സ്പർശനം അല്ലെങ്കിൽ ആ സുഗന്ധം നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ ആ സുഗന്ധം വമിക്കുന്ന സ്ഥലത്തുനിന്ന് അത് തിരുവനന്തപുരം നഗരസഭയിൽ നിന്നാണ് മറിയും. അതോടൊപ്പം നമ്മൾ അഴിമതി കാണിക്കാൻ നിന്നാലോ മറ്റ് ദുർഗന്ധം വമിക്കുന്നിടത്തു കൂടി സഞ്ചരിച്ചാൽ ദുർഗന്ധം വമിക്കുന്ന ആളുകളോടൊപ്പം ഇടപഴകിയാൽ ഒരുപക്ഷെ ദുർഗന്ധം ഞാൻ ഉദ്ദേശിച്ചത് അഴിമതിയാണ്. അത്തരത്തിലുള്ള അഴിമതി ഒന്നുമില്ലാത്ത ഈ നമ്മുടെ നാടിനെ സംശുദ്ധമായ ഒരു ഭരണ നേതൃത്വമുണ്ട്. ആ ഭരണ നേതൃത്വത്തെ സംബന്ധിച്ച് ഇവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ്. അത്ര സുഗന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയോടൊപ്പം നിങ്ങൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സ്വാഗത പ്രാസംഗികൻ മറ്റു വിശേഷണങ്ങളെല്ലാം സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മേയർ ഈ പരിപാടി ഔപചാരികമായി
ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യാം എന്ന് ഏറ്റിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഓണമാണ്, ഒത്തിരി പരിപാടികളുടെ തിരക്കിലാണ് മന്ത്രിമാരെല്ലാം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട CP ജോൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം വന്നാൽ കിറ്റ് വിതരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കും. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മേയർ അഡ്വക്കേറ്റ് VV രാജേഷിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ MR ഗോവൻ അവർ, അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ശ്രീ കരമ്പൻ അജിത്ത്, GS മഞ്ജു, സത്യവതി, കോർപ്പറേഷന്റെ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി, സൂപ്പറിംഗ് എഞ്ചിനീയർ ശ്രീ സജീഷ്, ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഗോപകുമാർ, മറ്റ് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൗൺസിലർമാര്, ഈ കോർപ്പറേഷന്റെ എല്ലാമായിട്ടുള്ള ജീവനക്കാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പരിപാടിയെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടല്ലേ ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. കാരണം പല സോണൽ ഓഫീസുകളിലും കഴിഞ്ഞ ദിവസം ഓണാഘോഷമായിരുന്നു. ഇന്നലെ ഔദ്യോഗിക കോർപ്പറേഷന്റെ മെയിൻ ഓഫീസിൽ ഓണാഘോഷമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പരിപാടി പൂർത്തിയാക്കി നിങ്ങൾക്കൊക്കെ തന്നെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോണൽ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും HO പറഞ്ഞു ചിലർക്ക് 11 മണിയോടുകൂടി എത്തുള്ളൂ. അപ്പൊ അവർ വരുമ്പോഴേക്കും അവർക്ക് ഇവിടെ വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘമായും കടക്കുന്നില്ല. ഈ മേയർ കെയർ എന്നുള്ള പദ്ധതി കഴിഞ്ഞ ഒരു കോർപ്പറേഷന്റെ ഭരണത്തിൽ ഈ ഭരണസമിതി വന്നൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളിലും പുറത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഈ കോർപ്പറേഷൻ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുണ്ടായത്. അവർ പൊതുസമൂഹത്തിൽ പലരും ധരിച്ചത് ഒരു പുതിയ ഭരണസമിതി അധികാരത്തിലേറുമ്പോഴേക്കും ആശയപരമായി വ്യത്യസ്തമായിട്ടൊക്കെ നിൽക്കുന്ന ജീവനക്കാരൊക്കെ ഉള്ള ഒരു സ്ഥാപനം, ഇത്രയും വലിയൊരു സ്ഥാപനം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഒരു ആശങ്കയും അല്ലെങ്കിൽ ഒരു കൗതുകവും ഒക്കെ പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭരണസമിതിയുടെ നയവും ആ നയം ജീവനക്കാരോട് പറയുകയും ചെയ്തപ്പോഴേക്കും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വളരെ വലിയൊരു പിന്തുണയാണ് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നാട് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നാട് പ്രതീക്ഷയോടെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോഴേക്കും പലരും പറഞ്ഞു, ഞങ്ങൾക്കും ഈ കോർപ്പറേഷൻ എന്തെങ്കിലും തന്നെ ഞങ്ങളുടേതായ സംഭാവനകൾ ചെയ്യണമെന്നുണ്ട്, ഞങ്ങൾക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു.
അപ്പോഴേക്കും മുതിർന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ളവരൊക്കെ തന്നെ ചർച്ച ചെയ്തപ്പോഴാണ് മേയർ കെയർ എന്നുള്ള ഒരു ആശയം രൂപപ്പെട്ടത്. അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ ആദ്യത്തെ അവസരമാണ് സ്കൂൾ ഓപ്പണിംഗ് ഡേ. ഈ സമയത്ത് ഞങ്ങളൊക്കെ പലരും തന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവർ, ഞാൻ ഉൾപ്പെടെ പലരും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവർ. നമുക്കറിയാം, ഞങ്ങളൊക്കെ തന്നെ സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ തന്നെ പുസ്തകമോ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചുറ്റുപാടും ഇരിക്കുന്ന നിരവധി ഒപ്പം പഠിക്കുന്നവർക്ക് പേനയില്ല, പെൻസിലില്ല, പുതിയ നോട്ട്ബുക്ക് ഇല്ല, ബാഗില്ല, മഴയത്ത് കുടയില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്ത് വന്നവരാണ്. അവരെയൊക്കെ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ പലരും. അപ്പൊ എല്ലാവരും പറഞ്ഞു, സ്കൂൾ തുറക്കാൻ പോവില്ലേ, നമുക്ക് കുട്ടികളെ സഹായിച്ചാലോ. അങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് കുട്ടികൾക്ക് ബാഗും ബുക്കും ഒക്കെ കൊടുക്കണമെന്നുള്ള ആശയം വന്നത്. ഇത് സമൂഹത്തിൽ പലരോടും പറഞ്ഞപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ വളരെ വലിയ പിന്തുണയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ നേതൃത്വത്തിന് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് എങ്ങനെയാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്യേണ്ടത്. കൗൺസിലർമാർ സെലക്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റു പല സിസ്റ്റം വഴി സെലക്ട് ചെയ്യാം. കൂട്ടായ തീരുമാനമെടുത്തു. ഇപ്പൊ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. വിദ്യാഭ്യാസ വകുപ്പിനോട് പറയുക, ഒരു 5000 കുട്ടികളുടെ ലിസ്റ്റ് തരണം. തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള 5000 കുട്ടികളുടെ ലിസ്റ്റ് തരിക. അവർ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് കൊടുക്കാം. സത്യത്തിൽ ലിസ്റ്റ് തന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ചിലരോടൊക്കെ പറഞ്ഞപ്പോഴേക്കും 5000 ബാഗ് പ്രതീക്ഷിച്ചെടുത്ത് 6500 ബാഗാണ് എന്നുള്ള ഓഫറാണ് ഇവിടെ ലഭിച്ചത്. ഒടുവിൽ ആ ബാഗുകളൊക്കെ എത്തി ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്തു. ഇത് കണ്ടതിന് ശേഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പലരും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ പ്രവർത്തനം കഴിഞ്ഞ 8 മാസം കൊണ്ട് ഒരു മേയറോ ഒരു ഭരണസമിതിയോ ഒരു സെക്രട്ടറിയോ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രവർത്തനത്തിന്റെ വിലയിരുത്തല്ല, മറിച്ച് കഴിഞ്ഞ 10, 30, 40 വർഷമായി നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത്, ഇവിടെ നിങ്ങളുടെ ജീവിതം ഇവിടെ നൽകിക്കൊണ്ട് ഈ ഇരിക്കുന്ന ജീവനക്കാർ ഒറ്റക്കെട്ടായി പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഗുഡ്വിൽ കോർപ്പറേഷന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ചെയ്തത് അഴിമതി എന്നുള്ളൊരു വാക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശക്തമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതിലൂടെ കോർപ്പറേഷനെ സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങളും നൽകുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നു. ഇത് ഭരണസമിതിയിൽപ്പെടുന്ന ഒരാളിന്റെയും പോക്കറ്റിലേക്ക് പോകരുത് എന്നുള്ള വാശിയുള്ള ഭരണസമിതിയാണ് ഈ ഭരണസമിതി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോസ്റ്റ് ചെയ്തപ്പോൾ പലരും ചോദിച്ചു, ഇത് മറ്റ് പലർക്കും കൊടുത്താൽ പോരെ, ഇവിടെ ഇതെല്ലാം ശമ്പളം വാങ്ങുന്നവരല്ലേ എന്ന് ചോദിച്ചു. ഈ ജീവനക്കാരെല്ലാം ശമ്പളം വാങ്ങുന്നവരല്ലേ എന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവരോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരിയായിരിക്കാം, നിങ്ങൾ പറഞ്ഞതിൽ ഒരു വശത്ത് ന്യായം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഭരണസമിതി മുന്നിൽ കാണുന്നത് ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ കാണുന്ന ഒരു കെട്ടിടമോ കാറിൽ പോകുന്ന കുറച്ച് ഭരണാധികാരികളോ അല്ല. ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ആയിരക്കണക്കിന് ജീവനക്കാരും ഇവിടത്തെ 101 ജനപ്രതിനിധികളും ഒരുമിച്ച് അധ്വാനിക്കുമ്പോഴാണ് ഒരു കോർപ്പറേഷന്റെ ഭരണത്തിലുള്ള റിസൾട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെയുള്ള ജീവനക്കാർക്കും കൗൺസിലർമാർക്കും സന്തോഷം വന്നു കഴിഞ്ഞാലും വിഷമം വന്നു കഴിഞ്ഞാലും ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കോർപ്പറേഷൻ ഈ രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷനായി മാറുന്നത്. ഇന്ന് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്, ഡോഗ് സ്ക്വാഡിൽ പെട്ടവർക്കായിരിക്കണം ആദ്യം ഇത് കൊടുത്തു തുടങ്ങുന്നത് എന്നുള്ളൊരു ആഗ്രഹം മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. കാരണം ഞാൻ മേയർ ആവുന്നതിന്റെ കാരണവും അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം ലഭിക്കുന്നതിന്റെ കാരണങ്ങൾ ഒന്ന്, തെരുവുനായ നിയന്ത്രിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾ സത്യപ്രതിജ്ഞ 24 മണിക്കൂറിനകം അന്നത്തെ സെക്രട്ടറി ജഹാംഗീറിനോട് ഈ വേദന പറഞ്ഞു. ഇത് പ്രസംഗത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും പരിഹരിച്ചേക്കേ ഉള്ളൂ. അപ്പൊ തന്നെ സെക്രട്ടറി ചില സൊല്യൂഷൻ പറയുകയും ഞങ്ങൾ ചർച്ച നടത്തി അംഗീകരിക്കുകയും ചെയ്തപ്പോഴേക്കും ഡോക്ടർ ശ്രീരാജിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഡോഗ് സ്ക്വാഡ് പിറ്റേ ദിവസം തന്നെ രംഗത്തിറക്കി. അന്ന് അവർ ഇറങ്ങി തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാനും അതിനെ ഷെൽട്ടർ ചെയ്യാനും സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യാതൊരു മറവുമില്ലാതെ പറയട്ടെ, ഈ ഭരണസമിതിക്ക് ആദ്യത്തെ ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പ്രാധാന്യം ആദ്യം തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാനതിനെ തുറന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ശുചീകരണ തൊഴിലാളികൾ ആറ്റുകാൽ പൊങ്കാല വന്നപ്പോഴേക്കും പലരും പറഞ്ഞു ഭരണപരിചയമില്ലാത്തവരാണ്, ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയട്ടെ, ഇവിടുത്തെ ജീവനക്കാരെ മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, 8 മണി കഴിഞ്ഞപ്പോഴേക്കും പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലെയും മാലിന്യം മാറ്റാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് സാധിച്ചു. പിന്നെ ക്യാമറയും കൊണ്ട് പുറകെ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും മുഖം മൂലം ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണും. ആറ്റുകാൽ പൊങ്കാല എന്ന് വേണമെന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ക്യാമറയും കൊണ്ട് അങ്ങനെ പുറകെ പോയിട്ടില്ല. അതുകൊണ്ട് അതെടുത്ത് കൊടുക്കാനും പറ്റിയിട്ടില്ല. കാരണം ഒരു 10-21 ലക്ഷം പേര് വന്നിട്ട് പൊങ്കാലയിട്ട് പോയിട്ട്
അവർ തിരിച്ചുപോയി ആ പരിപാടി ഭംഗിയായിട്ട് സമാപിച്ചതിന് പിറ്റേ ദിവസം രാവിലെ മുതൽ ക്യാമറയും കൊണ്ട് നാട് മൊത്തം നടന്ന് അവിടെ ചവർ ഇവിടെ ചവറെന്ന് പറഞ്ഞുകൊണ്ട് അതിന് നെഗറ്റീവ് വൽക്കരിക്കുന്ന സംസ്കാരത്തിലേക്ക് പോകാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് പോയിട്ടില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിച്ചു. അപ്പോൾ ഇവിടുത്തെ ഓരോരോരോ ജീവനക്കാരനും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഹരിതകർമ്മസേനയുടെ പലരും ചോദിച്ചു, ഹരിതകർമ്മസേന ഒരുപാട് അംഗങ്ങളില്ലേ? ഞാൻ പറഞ്ഞു അവരെയും ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു അവരെയും കൂട്ടണം. HRDC ഇന്നലെ ചിലരോട് ചോദിച്ചപ്പോഴേക്കും അവർ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ഡയറക്ടറെ വിളിച്ചു, അവർ പങ്കെടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോഴേക്കും മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഓണക്കോടി ഉണ്ടാകുമോ? ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് വന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഞങ്ങളുടെ ജീവനക്കാർക്ക് കൊടുക്കുമ്പോഴേക്കും കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം മാധ്യമ പ്രവർത്തകർ കോർപ്പറേഷനെ ഒരുപാട് പിന്തുണയ്ക്കുന്നുണ്ട്, ശക്തമായിട്ട് വിമർശിക്കുന്നുമുണ്ട്. ഒരു ജനാധിപത്യ സിസ്റ്റത്തിൽ നിങ്ങളുടെ വിമർശനം ഞങ്ങൾക്ക് കരുത്താണ്. കോർപ്പറേഷൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, കോർപ്പറേഷൻ അവിടെ ഭരണസമ്പന്നമാണ് എന്നുള്ള വിമർശനങ്ങൾ നിങ്ങൾ നടത്തുമ്പോഴേക്കും ഞങ്ങൾ അസ്വസ്ഥരൊന്നും ആവുന്നില്ല. ഞങ്ങൾ പുഞ്ചിരിയോടെ ആ വിമർശനങ്ങളിൽ കാതലുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ നിങ്ങളുടെ തിരുത്തലുകൾക്ക് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങളും ഓണം ആഘോഷിക്കണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഇന്ന് എന്തൊക്കെയാണോ ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതൊക്കെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും ലഭിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഇതൊന്നുമല്ല നമ്മുടെ കപ്പാസിറ്റി. 5000 ബാഗോ 4000 കിറ്റോ കൊടുക്കാൻ പറ്റുന്ന ഒന്നുമല്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ കപ്പാസിറ്റി. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോർപ്പറേഷനാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം. 8 മാസം ഭരണത്തിന് നേതൃത്വം കൊടുത്തപ്പോഴേക്കും ഞങ്ങൾക്ക് ഇത്രത്തോളം ജീവനക്കാരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമ്മുടെ സ്വപ്നത്തിലുള്ള കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏതു ഭാഗത്ത് പോയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ശുചീകരണ തൊഴിലാളി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗിലെ ജീവനക്കാർ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പലയിടത്തും യാത്ര ചെയ്തു, ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷന് ഇന്ന് ഉണ്ടായിരിക്കുന്ന അംഗീകാരം സത്യത്തിൽ നിങ്ങളെ പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. അത്രത്തോളം സാധ്യതയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിമർശനമൊക്കെ ഉണ്ടാവാം, പക്ഷേ ഞാൻ നമ്മുടെ സെക്രട്ടറിയും എഞ്ചിനീയറിംഗ് വിങ്ങിലെ ജീവനക്കാരെയും മരാമത്ത് ചെയർപേഴ്സൺ ഉൾപ്പെടെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണം, ഇന്റർനാഷണൽ ലെവലിലേക്ക് മേയർ എന്നുള്ള നിലയ്ക്ക് എന്റെ സ്വപ്നം ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറണം. ഇപ്പോ പറയുമ്പോഴേക്കും ആദ്യം ന്യൂയോർക്ക് സിറ്റിയുടെ പേരാണ് പറയുന്നത്. ന്യൂയോർക്ക് സിറ്റിയേക്കാൾ മികച്ചതായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറാൻ സാധിക്കും. അതിലത്ര അത്ഭുതമൊന്നും ഒരിടത്തുമില്ല. ഞാൻ പോയി നേരിട്ട് കണ്ടതാ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറാൻ സാധിക്കും. നമ്മുടെ IT ഡെവലപ്മെന്റ് മാത്രം പേരിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാകാൻ സാധിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ US പോയിട്ട് വന്നതിന്റെ 10 ദിവസം പിന്നിടുന്നതിന് മുൻപ് അമേരിക്കയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരിൽ ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ട് നമ്മുടെ ഭരണത്തിൽ അവർ സഹായിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്താ പോയത്. 2 ദിവസങ്ങളിൽ ഒരു ദിവസം അദ്ദേഹം നേരിട്ടെത്തി. അദ്ദേഹം എത്തി കോർപ്പറേഷൻ സെക്രട്ടറിയുമായിട്ട് അദ്ദേഹം വിശദമായിട്ട് ചർച്ച ചെയ്തു, സെക്രട്ടറി നമ്മുടെ ടീമായിട്ട്. 2ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ ഓഫീസർമാരെത്തി. രാവിലെ 11 മണി മുതൽ ഏകദേശം ഉച്ചയ്ക്ക് 1 മണി വരെ അവർ വിശദമായ ചർച്ച നടത്തി. അവരോട് ഞാൻ സംസാരിച്ചു, നമ്മുടെ സെക്രട്ടറി ഉൾപ്പെട്ടവരോട് സംസാരിച്ചു. അവിടെ വളരെ തൃപ്തരാണ്, നമുക്ക് സഹായം എല്ലാ ഭാഗത്തും കിട്ടാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകണം. ജനങ്ങളെ കൊണ്ട് നിയമങ്ങൾ പാലിപ്പിക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥർ തയ്യാറാകണം. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണത്തിൽ റോഡിന്റെ വക്കിലേക്ക് അല്ലെങ്കിൽ നടപ്പാതയുടെ വക്കിലേക്ക് വെള്ളം ഒഴുകാൻ പറ്റാതെ അല്ലെങ്കിൽ വാഹനം പോകാൻ പറ്റാതെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിയുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇവിടുത്തെ ജീവനക്കാരും സമൂഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞാൻ പോകട്ടെ, ഇടുങ്ങിയ തെരുവുകളും മാലിന്യം വലിച്ചെറിയുന്ന നടപ്പാതകളും വാഹനം കടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങളും വെള്ളക്കെട്ട് ഉള്ള നഗരങ്ങളുമായിട്ടുള്ള സ്ഥലത്തേക്ക് ഇന്റർനാഷണൽ ലെവലിൽ ആൾക്കാർ വരുമോ? വരില്ല. നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത് നിയമം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതിയോടൊപ്പം നിൽക്കുവാനാണ്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ഓണാഘോഷം നടത്തുമ്പോഴേക്കും ഇന്നലെ ഓണസദ്യയും ഒരുമിച്ച്
ഓണക്കളികളും ഓണപ്പാട്ട് മത്സരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. എല്ലാ മുന്നണിയിൽപ്പെട്ട കൗൺസിലർമാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഓരോരുത്തരും അവരുടെ വാർഡുകൾ പരിപാടിയൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ഈ ഓണം ആഘോഷിച്ച് ഇന്ന് ഇവിടെ പിരിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് തരുന്ന അതേ വസ്ത്രം തന്നെയാണ് തിരുവോണത്തിന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇവിടുത്തെ ജീവനക്കാർക്ക് തരുന്ന അതേ വസ്ത്രം തന്നെയാണ് സെക്രട്ടറി കൊടുക്കാൻ പോകുന്നത്. അത്തരത്തിൽ ഒരുമിച്ച് ഈ ഭരണസമിതി മുഴുവൻ ജനങ്ങളെയും കണ്ടുകൊണ്ട് ഈ മേയർ കെയർ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ പദ്ധതിയോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഒരുപാട് പേർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തലയുയർത്തി പറയാം, ഒരു ചോദ്യം നമ്മളോടൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. അതായത് കോർപ്പറേഷന്റെ പണമെടുത്തല്ലേ ഇത് ചെയ്യുന്നത് എന്ന്. നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കെയർ പദ്ധതി നടപ്പിലാക്കുമ്പോൾ 1 രൂപ പോലും കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ ഓൺ ഫണ്ടിൽ നിന്നോ തൊടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ലോകത്തിന്റെ മുമ്പിൽ പറയാം. ഇന്നലെ നടന്ന ഓണാഘോഷം കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ ഓൺ ഫണ്ടിൽ നിന്നോ 1 രൂപ പോലും എടുക്കുന്നില്ല, 1 രൂപ പോലും തൊട്ടിട്ടില്ല. മാത്രവുമല്ല, ഒരു വ്യക്തിയിൽ നിന്നും കൗൺസിലർമാരെന്നോ ജീവനക്കാരെന്നോ ഒരു കാരണവശാലും 1 രൂപ പോലും പിരിവെടുക്കാതെയാണ്, കളക്ഷൻ എടുക്കാതെയാണ് ഇന്നലത്തെ ഓണാഘോഷം കൂടി നടത്തിയത്. ഇനിയും അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രത്തോളം ജനങ്ങൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ളവരുടെ ഭാഗത്തുനിന്നാണ് നമുക്ക് ഈ ഹെൽപ്പ് കിട്ടിയത്. ഇത് ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ സഹായവും ഞങ്ങൾ ജീവനക്കാരിലേക്ക് വിതരണം ചെയ്യുകയാണ്. നിങ്ങളെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ഈ 5 വർഷവും മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഇവിടെ ആരോ പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ ഒരു അപ്പോയിന്റ്മെന്റും വേണ്ട. മേയറെ കാണാൻ വേണ്ടി വൈകുന്നേരം ആ സമയത്ത് ഓഫീസിലുണ്ടെങ്കിൽ യാതൊരു അപ്പോയിന്റ്മെന്റും വേണ്ട. ചെയർപേഴ്സൺമാരെ കാണാൻ വേണ്ടി യാതൊരു അപ്പോയിന്റ്മെന്റും വേണ്ട. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ്. നമുക്കൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് വരുന്ന വർഷങ്ങളിൽ നമുക്ക് പണിയെടുക്കാം. ഞങ്ങൾ എല്ലാ ദിവസവും 10-11 മണി വരെ രാത്രി ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ നിങ്ങളുടെ ജോലി സമയം കൃത്യമായിട്ട് ജോലി ചെയ്താൽ ലോകം നമ്മെ ആരാധിക്കുന്ന കോർപ്പറേഷനാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേയർ കെയർ പരിപാടിയുടെ ഒരു ചെറിയ വീഡിയോ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പരിപാടി അവസാനിക്കും. പാർലമെന്ററി പാർട്ടി ലീഡർ പാപ്പനംകോട് സജി എത്തിയിട്ടുണ്ട്. വീഡിയോ പ്രദർശനം വളരെ ചുരുക്കം സമയത്തിൽ കാണാം. നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള നിരവധി സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ആലോചനയുടെ ഫലമായാണ് മേയർ കെയർ എന്ന പദ്ധതി രൂപം കൊണ്ടിട്ടുള്ളത്. സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗം ജനങ്ങളുടെ സന്തോഷ നിമിഷങ്ങളിലും അതോടൊപ്പം തന്നെ വിഷമതകളിലും ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ 101 കൗൺസിലർമാരുടെയും മുഴുവൻ ജീവനക്കാരുടെയും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ അധ്യയന വർഷ ആരംഭത്തിൽ 5000 കുട്ടികൾക്ക് ഞങ്ങൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുവാൻ സാധിച്ചു. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വളരെ വലിയ പിന്തുണയാണ് ഈ പദ്ധതിക്ക് ലഭിച്ചത്. അതിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2026 ഓഗസ്റ്റ് 22 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂൾ വെച്ച്
ഈ കോർപ്പറേഷനിലെ 4000 ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ 101 കൗൺസിലർമാർക്കും ഓണക്കോടിയും ഓണക്കിറ്റും നൽകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രത്തോളം വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. കോർപ്പറേഷന്റെ ഓൺ ഫണ്ടിൽ നിന്നോ അതോടൊപ്പം തന്നെ പ്ലാൻ ഫണ്ടിൽ നിന്നോ 1 രൂപ പോലും ചെലവഴിക്കാതെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തിൽ തൽപരരായിട്ടുള്ളവരുടെ സഹായം തേടിക്കൊണ്ടാണ് ഈ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പദ്ധതിയെ വിജയത്തിലെത്തിക്കുവാൻ സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. A city's true progress is measured not only by its infrastructure but by the well-being of its people. Guided by this mission, Mayor Care was launched by the Tirunelveli Corporation under the leadership of the Honorable Mayor Shri V.V. Rajesh. Mayor Care is a people-centric initiative dedicated to bringing care, support and responsive governance closer to every citizen. As its first step, Mayor Care reached out to more than 5,000 school students, providing school bags and essential study materials, helping them begin the academic year with confidence, dignity, and hope. Today, the initiative continues to expand its reach, touching lives through meaningful interventions and strengthening the bond between the corporation and the community it serves. നമസ്കാരം. ഓണം സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ തന്നെ ഉത്സവമാണ്. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. എല്ലാ മലയാളികൾക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ മുഴുവൻ ജീവനക്കാരുടെ സഹപ്രവർത്തകരുടെ ഒക്കെ പേരിൽ ഞാൻ ഓണാശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ പാപ്പനക്കോട് സജീവ് ക്ഷണിച്ചു. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം നഗരത്തിലെ ഹരിതകർമ്മസേന പ്രവർത്തകർക്കും അതുപോലെ തന്നെ കോർപ്പറേഷൻ ജീവനക്കാർക്കും ഓണക്കോടി ഓണക്കിറ്റും വിതരണം നൽകുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഭരണസമിതി ഒന്നടങ്കം എടുത്ത ഒരു തീരുമാനമാണിത്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന അധ്യക്ഷൻ ശ്രീ M.R. ഗോപൻ അവർകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുള്ള ശ്രീ C.P. ജോൺ അവർകൾ, നമ്മുടെ ബഹുമാനനായിട്ടുള്ള മേയർ അഡ്വക്കേറ്റ് V.V. രാജേഷ്, ഇവിടെ ആശംസകൾ അറിയിക്കാൻ എത്തിയിട്ടുള്ള മഞ്ജു GS മരാമത്ത് ചെയർപേഴ്സൺ ശ്രീമതി സത്യവതി, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ, ധനകാര്യ ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ശശി, അപ്പീൽകാര്യ ചെയർപേഴ്സൺ ശ്രീ ചെമ്പഴന്തി ഉദയൻ, വിദ്യാഭ്യാസ കായിക ചെയർമാൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ കരമന അജിത്, അതുപോലെ തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ശ്രീ സജീഷ്, ശ്രീ ഡോക്ടർ ഗോപകുമാർ ഹെൽത്ത് ഓഫീസർ, അതുപോലെ ഇവിടെ എത്താമെന്നേറ്റിട്ടുള്ള അഡ്വക്കേറ്റ് SP ദീപക്, അഡ്വക്കേറ്റ് ശബരിനാഥൻ, കൃതജ്ഞത പറയുന്ന ശ്രീ മുഹമ്മദ് ഷാഫി J സെക്രട്ടറി, അതുപോലെ ബഹുമാനിയായിട്ടുള്ള ഡെപ്യൂട്ടി മേയർ അവരിവിടെ എത്തിയിട്ടില്ല. അവർ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധികാരത്തിലെത്തിയിട്ടുള്ള 12ാം വാർഷികമായിട്ടുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് അവരെത്താത്തത്. എന്തായാലും നമ്മുടെ ഭരണസമിതി ഒന്നടങ്കം എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനം വളരെ സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ നഗരസഭയുടെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒന്നിച്ചു കാണുന്നതിനും എല്ലാവർക്കും ഓണവുമായി ബന്ധപ്പെട്ട ഒരു സമ്മാനം കൊടുക്കുന്നതിനും മേയർ കെയർ പദ്ധതിയിലൂടെ ഭരണസമിതി തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. ഏതായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ കിറ്റ് വിതരണം നടത്തുന്നത് ബഹുമാനപ്പെട്ട മേയർ ഉടനെ നിർവഹിക്കുന്നതാണ്. 1-2 നിർദ്ദേശങ്ങളുണ്ട്. ഇത് അതാത് സോണലിൽ വരുന്ന ആൾക്കാർക്ക് വായിക്കാവുന്ന തരത്തിൽ നമുക്ക് ആ സോണലിലുള്ള ആളുകൾ പോകേണ്ടതായിട്ടുള്ള സ്ഥലം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് മുഴുവൻ ജീവനക്കാർ, ഹരിതകർമ്മസേന ജീവനക്കാർ, കണ്ടിജന്റ് ജീവനക്കാർ, മറ്റെല്ലാ ജീവനക്കാരും ആ സോണലിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങാൻ സാധിക്കൂ. അതോടൊപ്പം തന്നെ
ഈ ചാർജ് ഓഫീസർ HI JHIമാർ ആ കൗണ്ടറിൽ ഉണ്ടായിരിക്കണം. ആ വാർഡിലെ ആ പ്രദേശത്തെ കൗൺസിലർമാരും ആ സോണൽ ബേസ് ചെയ്തുള്ള കൗൺസിലർമാരും അവിടെ ഉണ്ടാകണം. ഈ ലിസ്റ്റിൽ പേരുള്ള ആളുകൾക്കല്ലാതെ മറ്റാർക്കും തന്നെ ഇന്ന് ഈ വിതരണം ചെയ്യുന്ന കിറ്റ് വാങ്ങുവാൻ സാധിക്കുന്നതല്ല. കാരണം ഇത് പരിമിതമായിട്ട് എണ്ണപ്പെടുത്തി ലിസ്റ്റ് തയ്യാറാക്കി ആൾക്കാരുടെ പേര് വിവരം തയ്യാറാക്കി അവരുടെ പേരുകൾക്ക് മാത്രം കൊടുക്കുന്നതാണ്. മറ്റാർക്ക് വേണ്ടി കൊടുക്കാനോ ആരും നിർദ്ദേശിക്കരുത്. ഇത് മറ്റാരും വാങ്ങുവാനും പാടുള്ളതല്ല. ഇത് കൃത്യമായിട്ട് എണ്ണപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു പരിപാടി. നമുക്ക് ഈ പരിപാടിയിൽ ഡെപ്യൂട്ടി മേയർ എത്തുമെന്ന് സൂചിപ്പിക്കാത്തതിന്റെ കാരണം ഡൽഹിയിൽ ഒരു പരിപാടിയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ടായിരുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇതിന്റെ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഈ ധന്യമായ മുഹൂർത്തം എല്ലാവർക്കും കൈകളിലേക്ക് ഓണത്തിന്റെ സദ്യ എത്തിക്കുവാൻ, വസ്ത്രം എത്തിക്കുവാൻ, ഓണക്കോടി എത്തിക്കുവാൻ ബഹുമാന്യ മേയറെ ക്ഷണിച്ചു. നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനായി ABC പ്രോഗ്രാമുമായി അക്ഷീണം പ്രവർത്തിക്കുന്ന ഡോക്ടർ രാജേഷ് കുമാർ, ഡോക്ടർ വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോഗ് സ്ക്വാഡിലെ ജീവനക്കാരെയാണ് ആദ്യമായി ആദരിക്കുകയും ഓണക്കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഡോഗ് സ്ക്വാഡിലെ ജീവനക്കാരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ഡോഗ് സ്ക്വാഡിൽ പങ്കെടുത്തിട്ടുള്ള 15 ജീവനക്കാർക്കും അതോടൊപ്പം പുതുതായി സർവീസിൽ പ്രവേശിച്ചിട്ടുള്ള 4 ജീവനക്കാർക്കും ആണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ജീവനക്കാരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയൻ, ശ്രീ ജയൻ, ശ്രീ ദേവൻ, ശ്രീ ബിനു പി, ആന്റി റാബീസ് കൺട്രോൾ പ്രവർത്തനങ്ങൾക്കുള്ള അനുമോദനത്തിന്റെ ഭാഗമായാണ് ഈ ജീവനക്കാരെ ആദരിക്കുകയും മൊമെന്റോ നൽകി സ്വീകരിക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി യുവാവ് ശ്രീ അനീഷ് UI, ശ്രീ അനീഷ് കുമാർ, ശ്രീ ശിവൻ A, ശ്രീ സുരേഷ് കുമാർ, ശ്രീ പ്രശാന്ത്, ഡോക്ടർ വൈശാഖ്,
Dr. Vaishak. Shri Chandu. Shri Chandu. Shri Sadanandan. Shri Chellayan. Dr. Rajesh Kumar. Shri Anil Kumar. മാധ്യമ പ്രവർത്തകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്റ്റേജിന്റെ വലതുവശത്ത് ഏറ്റവും അവസാനത്തെ കൗണ്ടർ മാധ്യമ പ്രവർത്തകർക്കുള്ള ഓണസമ്മാനവും കിറ്റ് വിതരണവും സജ്ജീകരിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് ആ കൗണ്ടറിൽ നിന്നും ഓണക്കിറ്റും ഓണസമ്മാനവും കൈപ്പറ്റാവുന്നതാണ്. ശ്രീ സുരേഷ് കുമാർ. ശ്രീ ശിവൻ. ശ്രീ പ്രശാന്ത്. ശ്രീ ജെ അനിൽകുമാർ. Dr. Rajesh Kumar. Sri Prashant. Anish Uvai. Shinod. Aim Jos. Shyam B. Percy Thomas. അടുത്തായി സാനിറ്റേഷൻ വർക്കേഴ്സിന്റെ ആദരവാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സാനിറ്റേഷൻ വർക്കേഴ്സ് സ്റ്റേജിന്റെ മുൻവശത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്റ്റെഫനി ജോസ്. ഉഷ എസ്. ജോസ് കുമാർ. ഫാത്തിമ ബി. അടുത്തായി തുമ്പൂർ മൂഴി ജീവനക്കാരനാണ് സതീഷ്. തുമ്പൂർ മൂഴി ജീവനക്കാരൻ സതീഷ്.
അടുത്തതായി ഹരിതകർമ്മസേന ജീവനക്കാരെ ആദരിക്കുന്ന ചടങ്ങാണ്. ശാരദ പി എൻ, രമ ദേവി, സുനിത കെ, ഉമാ മഹേശ്വരി, സിന്ധു എസ്. ഔപചാരികമായ സമ്മേളന നടപടികൾ അവസാനിച്ച ശേഷം മുഴുവൻ ജീവനക്കാർക്കും, സാനിറ്റേഷൻ വർക്കേഴ്സ്, കണ്ടിജന്റ് ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, മുഴുവൻ ജീവനക്കാർക്കും അതത് കൗണ്ടറുകളിൽ ഓണസമ്മാനവും ഓണക്കിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. തിരക്കുകൾ കൂട്ടാതെ അതത് കൗണ്ടറുകളിൽ നിന്ന് സംയമനം പാലിച്ച് ഓരോരുത്തരായി ആ കൗണ്ടറുകളിലേക്ക് എത്തി ഓണക്കിറ്റും ഓണസമ്മാനവും കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.